ഹലോ ഡേസ്, ഗുഡ് മോർണിംഗ് ഓൾ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിലേക്ക് കിടക്കാം. 2 ദിവസം അവധിക്ക് ശേഷം നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വരുന്നു. നമ്മൾ മാർക്കറ്റ് ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം HCL ടെക് വിപ്രോയുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. വിപ്രോ US ADRൽ ഒരു 15% മുകളിൽ റാലി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ തന്നെ ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. മാർട്ടിൻ ലൂതർ കിങ് ഡേ. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഓപ്പണാണ്. US നിന്ന് കഴിഞ്ഞ ദിവസം US മാർക്കറ്റ് ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഒരു ദിവസമാണ്. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് കിടക്കാം. ഈ ഒരാഴ്ച ഒരുപാട് ഈവൻറ്റുകളുണ്ട്. അപ്പോൾ ആ ഈവൻറ്റുകൾ അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാം. ആദ്യമായിട്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ 63% ലോങ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് പൊസിഷൻ 37. കഥനായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഏഷ്യൻ ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഗോൾഡ് 2047 ഏറ്റവും മുകളിൽ കാണാം. $2047 പെർ ഔൺസ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച പോസിറ്റീവായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി ഈ ഒരാഴ്ച ഈവൻറ്റുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ഈവൻറ്റുകളുണ്ട്. ചൈനയിൽ നിന്ന് GDP ബുധനാഴ്ച യൂറോസോണിൻ്റെ പണപ്പെരുപ്പ നിരക്കും, ചൊവ്വാഴ്ച ജർമ്മനിയുടെ പണപ്പെരുപ്പ നിരക്കും, ബുധനാഴ്ച UK പണപ്പെരുപ്പ നിരക്കും, വ്യാഴാഴ്ച US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിമും, ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ ട്രേഡ് ചെയ്യാം. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ നിഫ്റ്റിയുടെയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച എക്സ്പയറി ഉള്ള നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ കാണാൻ സാധിക്കുന്നത് കോള് 4.35, പുട്ട് 4.8, PCR 1.1. അതായത് പുട്ടാണ് കൂടുതൽ ഷോർട്ട് കാണുന്നത്, ഷോർട്ട് ചെയ്തിട്ടുള്ളത്. പുട്ട് സെല്ല് ചെയ്യുന്നത് ഇത് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മളിത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കാണേണ്ടത്. അപ്പോൾ 21,700, 21,800 തുടങ്ങിയ സ്ട്രൈക്കുകളിൽ അഗ്രസീവായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്നും ഒരു 50 പോയിൻ്റ് മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. പ്രധാനമായിട്ടും സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. അവന്യൂ സൂപ്പർ മാർക്കറ്റ്, രാമകൃഷ്ണ ദമാനിയുടെ ഡിമാർട്ടിൻ്റെ അണ്ടറിലുള്ള അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 17% ഒരു പ്രോഫിറ്റിൽ വർധനവ് കണ്ടു. 690 കോടി രൂപ ഇവർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവാണ് കണ്ടിട്ടുള്ളത്. HCL ടെക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 6% വർധനവ്. സ്റ്റോക്ക് കമ്പനി 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിപ്രോയും സമാനമായ രീതിയിൽ റിസൾട്ട് വന്നു. റിസൾട്ട് ഇവിടെ പ്രോഫിറ്റിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്, 2%. പക്ഷേ ADRൽ 15% റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഫോസിസും ADRൽ 4% റാലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരം സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ വരും. എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്ന സ്റ്റോക്കുകളാണ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് കമ്പനി ക്യാപിറ്റൽ ഫുഡിന് ഏകദേശം 5,100 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തിട്ടുണ്ട്. ലുപ്പിൻ ഫാർമ സെക്ടറിലെ ലീഡിംഗ് കമ്പനി. ലുപ്പിൻ്റെ പുതിയ മെഡിസിന് യുഎസിൽ നിന്ന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. BHCL കമ്പനി NLC ഇന്ത്യയിൽ നിന്ന് 15,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ജസ്റ്റ് ഡെയിൽ കമ്പനി 75 കോടി രൂപയിൽ നിന്ന് 92 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. നെറ്റ് പ്രോഫിറ്റിൽ 22% വർധനവ്. വെൽസ്പൻ കോർപ്പറേഷൻ ഗുജറാത്തിൽ 40,000 കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് കമ്പനി അറിയിച്ചു. സൈഡസ് ലൈഫ് കമ്പനി ഇവരുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 500 കോടി രൂപ മുടക്കുമെന്ന് കമ്പനി അറിയിച്ചു. HEC ഇൻഫ്ര കമ്പനി 62 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇനി റിലയൻസും HDFC ബാങ്കിൻ്റെയും റിസൾട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന 2 ഘടകങ്ങൾ. മറ്റുള്ള ഈവൻറ്റുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൽ HDFC ബാങ്ക് റിസൾട്ട് ജാനുവരി 16, റിലയൻസ് ജാനുവരി 19 റിസൾട്ട് വരുന്നത്.
ഇനി ഇത് ഈ റിസൾട്ട് ഉണ്ട്, മറ്റു കമ്പനികളുടെ റിസൾട്ട് എന്നാണെന്ന് അറിയാനായിട്ട് നമ്മൾ വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ ഇന്നത്തെ ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക്, ഇന്നത്തെ FNO ബാൻ, ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുക്ക് മാർക്കൊക്കെ ചെയ്ത് വെക്കാം മൊബൈലിൽ. സെഞ്ച്വറി പ്ലൈവുഡ് ആന്ധ്രാപ്രദേശിൽ അവരുടെ ഒരു പുതിയ പ്ലാന്റ് അവർ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു എന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ചുള്ളത്. കൂടാതെ തന്നെ മാർക്കറ്റ് സമയത്ത് ന്യൂസുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, സെർച്ച് ചെയ്യേണ്ട. അപ്പം മറ്റുള്ള സ്പാമായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് പോകും, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും ഉള്ളത് യൂസ് മാർക്കറ്റിൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആ ഒരു പ്രഷർ, രണ്ട് രീതിയിലും പ്രഷറില്ല. ഇനി യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവണം. ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ പൊതുവെ കാണിക്കുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇന്ന് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. അപ്പോൾ പൊതുവേ ആളുകൾ ബാങ്ക് എക്സ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ബാങ്ക് എക്സ് എന്ന് പറയുന്നത് സെൻസെക്സ് എന്ന് പറയുന്ന BSE എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൻ്റെ ബാങ്കിങ് ഇൻഡെക്സാണ് ബാങ്ക് എക്സ്. പൊതുവെയുള്ള കോമൺ ഇൻഡെക്സാണ് BSE. നിഫ്റ്റി എങ്ങനെയാണോ അതുപോലെ തന്നെ BSEയുടെ ഇൻഡെക്സാണ് സെൻസെക്സ്. സെൻസെക്സ് നിഫ്റ്റി പോലെ, ബാങ്ക് നിഫ്റ്റിയാണ് ബാങ്ക് എക്സ് പോലെ. അപ്പോൾ ഏതൊക്കെ കമ്പനികളാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി ബാങ്കിലുള്ള കമ്പനികളൊക്കെ തന്നെയാണ് ബാങ്ക് എക്സിലുള്ളത്. കമ്പനികളുടെ നമുക്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനീസിനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്കിന് ഏകദേശം 34% വെയിറ്റേജ് ബാങ്ക് എക്സിലുണ്ട്. SBIക്ക് 15% വെയിറ്റേജ് ബാങ്ക് എക്സിലുണ്ട്. ICICI ബാങ്കിന് 19% വെയിറ്റേജാണ് ബാങ്ക് എക്സിലുള്ളത്. ഇൻഡസ്ഇൻഡ് ബാങ്കിന് 3.5%, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഈവൻ ഫെഡറൽ ബാങ്ക് നമ്മളുടെ നിഫ്റ്റി ബാങ്കിലും ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിൽ 12 കമ്പനികളാണ് ഉള്ളത്. ബാങ്ക് എക്സിനും സമാനമായിട്ട് കമ്പനികളുണ്ട്. അപ്പോൾ ഒരേ കമ്പനികളാണ് ബാങ്ക് എക്സിലും. ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ബാങ്ക് എക്സും ബാങ്ക് നിഫ്റ്റിയും നടത്തുന്ന മൂവ്മെൻറ്റ് ഒന്നാണ്, പക്ഷേ ആ ഇൻഡെക്സിൻ്റെ വാല്യൂ ഒക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുണ്ടാക്കുന്ന മൂവ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 21,700 ആണെങ്കിൽ ഇതിപ്പോൾ 70 സംതിങ് ആണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ സെൻസെക്സ് 70 സംതിങ് ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഒരു 3.5-4 മടങ്ങായിരിക്കും. അതുപോലെ തന്നെ ബാങ്ക് എക്സും. ഞാനിപ്പോൾ പറയുന്നത് ഇത്രയധികം പറയാൻ കാരണം ഇന്ന് ഇതിൻ്റെ എക്സ്പയറി ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ എക്സ്പയറികളുണ്ട്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റൊക്കെ പൊസിഷനൊക്കെ ഹോൾഡ് ചെയ്ത് വളരെ വ്യാഴാഴ്ച വരെയൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈവൻറ്റുകൾ നമ്മളെ ബാധിക്കും. വലിയ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളൊക്കെ ബാധിക്കും. ബാങ്ക് എക്സ് ആണെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ കഥ തീരുമെന്നുള്ളതാണ്. വിശദമായിട്ട് വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു. ബൈ ഓൾ.